രാവിലെ 4:30 മണിക്ക് മാളൂന് ടാറ്റയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ പോകുന്ന വേറെ എവിടെയല്ല, വയനാട്ടിന്റെ ഹൃദയത്തിലെ വിശ്വാസവും ശാന്തതയും ഒത്തുചേരുന്ന ഒരു പുണ്യ സ്ഥലമായ തിരുനെല്ലി ക്ഷേത്രത്തിലോട്ടാണ്. എൻ്റെ വെള്ളിച്ചൻ മരിച്ചിട്ട് ജൂൺ 8, ഇന്ന് 5ാമത്തെ കൊല്ലാണ്. ഫാമിലി എല്ലാവരും കൂടെ ബലിയിടാൻ പോവാണ്. വെള്ളിച്ചൻ എന്ന് പറഞ്ഞ അമ്മയുടെ അച്ഛൻ. അപ്പോൾ ഇതായിരുന്നു ട്രാവലർ. 4:30 ഉറക്കപ്പിച്ചായതുകൊണ്ട് എല്ലാവരും വേഗം വണ്ടി കയറിയിരുന്ന് മാമൻ, ആപ്പൻ, മാമന്റെ മക്കള്, മാമി, ആന്റി, അമ്മ, ആന്റീന്റെ മൂത്ത മോള് ഇളയമൊക്കെ വരാൻ പറ്റിയിട്ടില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഭയങ്കര സന്തോഷം, ഭയങ്കര ഇതുണ്ടാവാറ്. അപ്പം ഇന്നത്തെ പോക്ക് ഹാക്കർ ഹോളിഡേയ്സിലാണ്. തിരുനെല്ലിയിലേക്കുള്ള യാത്ര ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഞാനും ദിയയും ഭയങ്കര വൈബായിരുന്നു. കാരണം നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ എൻ്റെ തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് കുറച്ച് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരുനെല്ലി എത്തി. ജസ്റ്റ് ക്ലാസ് ഇതാക്കി പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ നല്ല മഴ സഹിക്കാന്ന് വെക്കുക. പക്ഷെ കർണാടകക്കാർ ഇവർക്ക് ഇനി ഇത് എഴുതി കൊടുത്തോന്നറിയില്ല. എവിടെ നോക്കിയാലും ഇപ്പോൾ അവരാണ്. മലയാളികളെ കാണുന്നില്ല, കർണാടകർ മാത്രം. നല്ല തിരക്കായിരുന്നു. കുറേ വണ്ടി ബ്ലോക്ക്, ഭയങ്കരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി വണ്ടിയൊന്ന് പാർക്ക് ചെയ്യുക. അതിലുപരി ഭയങ്കരമായിട്ട് ഉറക്കമുണ്ട്. 3:45 എഴുന്നേറ്റിട്ട് 4:30 നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടേ. അങ്ങനെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് സൈഡാക്കി നമ്മളവിടെ ഇറങ്ങി. ഭയങ്കര തണുപ്പും മഴയായിരുന്നു. നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അടുത്ത മഴ വരേണ്ട എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ അടിയാണ്. പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ഇതാക്കി കർണാടകയിലെ മലയാളികളൊക്കെ അങ്ങോട്ടാക്ക് അങ്ങനെ ഇതാണ്. ഞാൻ ഈ ഭയങ്കരമായിട്ട് വിറക്കുന്നുണ്ട്. ഒന്നിത് താകുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് വിറക്കും. പിന്നെ ഈ ചിരിക്കുന്ന പറയുന്നില്ല, ഞാനീ വിറക്കുന്ന കണ്ടിട്ട് പോന്നാളും വരുന്നാളും എന്നെ നോക്കി ചിരിക്കുക ചെയ്യുന്നത്. നമ്മളെല്ലാവരും ആടുന്ന് വിറക്കുന്ന സമയം കൊണ്ട് മാമൻ പോയി ചടങ്ങിന് ആവശ്യമായ തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് അതൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ ശീവേലി പൂജാരിമാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണമായിട്ട് കൊണ്ടുവന്ന കണ്ടേ. ഇവിടുത്തെ ഈ ശീവേലി ചടങ്ങ് ഭക്തർക്ക് വളരെ പ്രത്യേകമായ ഒരു ആത്മീയ അനുഭവം കൂടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടുത്തെ ബലിയിടേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ബലിയിടാൻ പോകുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് ജസ്റ്റ് സംഭവങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊക്കെ പറയുകയൊക്കെ ചെയ്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നേരെ നടക്കുകയാണ്. അപ്പോൾ നല്ലൊരു മഴ കിട്ടി നമുക്ക്. പിന്നെ മഴ എല്ലാവരും നല്ല രീതിക്ക് ആസ്വദിക്കുന്നുണ്ട്. കാരണം വേറെയൊന്നുമില്ല, ആടെ നേരെ ചെന്ന് വെള്ളത്തിൽ മുങ്ങാനുള്ളതാണ്. പിന്നെ ഈ കുളത്തിൽ ആമ്പൽ എല്ലാം ഇപ്പോൾ വന്നാലും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. അവിടെ സ്ഥലങ്ങൾ കാണാനും ഭയങ്കര ഭംഗിയൊക്കെയാണ്. അങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ നടക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കൂടെ ആണുങ്ങൾ ആരും ബലിയിടാനില്ല. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം ബലിയിടുന്നത്. അമ്മ, ആൻറ്റി, മാമി, ഞാൻ, ആൻറ്റിയുടെ മൂത്ത മോള്, നമ്മൾ മാത്രമാണ് ഇപ്രാവശ്യം ബലിയിടുന്നത്. അപ്പം നല്ല തിരക്കാണെങ്കിലും ഭയങ്കര സമാധാനത്തോടെ ബലിയിടാൻ പറ്റി. അപ്പോൾ ഇത് ബലിയിട്ടതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. കാരണം അവിടെ വീഡിയോഗ്രാഫി ഒന്നും എലോഡ് അല്ലാന്ന് വെളിങ്ങിന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കുറേ ആൾക്കാർ വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്തിൻ്റെ ആവശ്യത്തിനാന്ന് പോലും അറിയില്ല. അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാരായിരുന്നു ഇപ്രാവശ്യം ബലി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരും പല ആവശ്യങ്ങളും മാറ്റി വെച്ച് ഇന്നൊരു ദിവസത്തിനായിട്ട് ഫാമിലി എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു ടൈമാണ്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇതായിട്ട് വരാൻ പറ്റി. ചടങ്ങുകളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഏതൊരു ഷോപ്പ്